സാറിന്റെ നാട് അന്തിക്കാടാണ് അല്ലേ? ശരിക്കും സത്യൻ അന്തിക്കാടിന്റെ സാറിനെ കേട്ടാണ് ശരിക്കും ആ സ്ഥലത്തെ പറ്റി കുറച്ച് കൂടുതൽ അറിയാവുന്നത്. എന്നാലും സാറിനൂടെ ഇപ്പം അറിയുന്നു, ആ നാട് സാറിനെ എന്തോരം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്? ആ നാടാണ് എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ളത്. ഈ സത്യേട്ടൻ അന്തിക്കാടിനെ പ്രശസ്തനാക്കിയിട്ടുള്ളൊരു വലിയ ഒരു കലാകാരനാണ്. പക്ഷെ അതിനൊക്കെ മുമ്പ് ഞങ്ങളുടെ നാട് പ്രസിദ്ധമായിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിലാണ്. അവിടെ വലിയ സമരങ്ങൾ നടന്നിട്ടുള്ള സ്ഥലമാണ്. സമരം എന്ന് പറഞ്ഞാൽ ഈ രക്തരൂഷിതമായ സമരം എന്നൊക്കെ പറയില്ലേ, ജയിലും വെടിവെപ്പും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നടന്ന സ്ഥലമാണ്. 22 പേരാണ് അവിടെ പോലീസിൻ്റെ മർദ്ദനം കൊണ്ട് മരിച്ചിട്ടുള്ളത് സ്വാതന്ത്ര്യത്തിന് മുമ്പ്. അപ്പോൾ ഒരുപാട് സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ട ഈ ചെത്തുതൊഴിലാളികളുടെ സ്ഥലമാണ്. ഞാൻ ബേസിക്കലി ഒരു ചെത്തുതൊഴിലാളി ഫാമിലിയാണ്. എൻ്റെ അച്ഛൻ ചെത്തുതൊഴിലാളിയായിരുന്നു. എൻ്റെ അച്ഛനും ചെത്തുതൊഴിലായിട്ട് ബന്ധപ്പെട്ട ജോലി എടുത്തിരുന്ന ആളാണ്. ഞാനും ചെത്തുതൊഴിലൊക്കെ കുറച്ച് പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഈ ചെത്തുതൊഴിലാളികൾ എന്ന് പറയുന്നത് ഏറ്റവും താഴെയുള്ള പാവപ്പെട്ട ആൾക്കാരായിരുന്നു. പക്ഷെ അവർ യൂണിയൻ ഉണ്ടാക്കി അവർ അതിൻ്റെ പേരിൽ നടന്ന സമരങ്ങളാണ് അവിടെ വലിയ പ്രക്ഷോഭങ്ങളും ഒക്കെയായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പി കൃഷ്ണപിള്ള മുതൽ സകല പഴയ നേതാക്കന്മാരുടെയും ഏറ്റവും സുരക്ഷിതമായ ഒളിത്താവളാണ് അന്തിക്കാട്. അവരൊറ്റ കൊടുക്കില്ല. അത്രയും പാർട്ടിയോട് താല്പര്യവും സ്നേഹവും കൂറുള്ള ആൾക്കാരാണ് അവിടെയുള്ള ആൾക്കാർ. പാർട്ടി കുടുംബങ്ങൾ, ഞാനൊക്കെ പാർട്ടി കുടുംബങ്ങളാണ്. CPI കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഫാമിലിയാണ്. അങ്ങനെയാണ് ഞങ്ങളൊക്കെ പറയും. ഞങ്ങൾ പാർട്ടി കുടുംബം എന്ന് പറയും. എല്ലാവരും പാർട്ടിക്കാരാണ്. അങ്ങനത്തെ ഒരു കുടുംബങ്ങളാണ് ഞങ്ങളുടെയൊക്കെ. അങ്ങനെ ഒരുപാട് ഫാമിലികളുള്ള ഒരു നാടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അപ്പോൾ ഞങ്ങളുടെയൊക്കെ ഒരു വലിയൊരു ഈ ത്യാഗവും ഒക്കെ ചെയ്തിട്ടുള്ള നല്ല കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്ന സ്ഥലമാണ് അവിടെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ആവേശവും പ്രചോദനമൊക്കെ ഉള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ അതാണ് ഞങ്ങളുടെ അന്തിക്കാട്. ഒരു സെൻറ്റിമെൻ്റലായിട്ടുള്ള. പൊളിറ്റിക്സ് അല്ലാതെ സർ നാടകത്തിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്? നാടകത്തിലും ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് തെരുവ് നാടകങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതും പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടാണ്. അത് ഈ ഇലക്ഷൻ കാലത്ത് ഈ കോളേജിലെ നാടകങ്ങളൊന്നും ഞാൻ അഭിനയിച്ചിട്ടില്ല. പക്ഷേ ഇലക്ഷൻ കാലത്ത് ഈ തെരുവ് നാടകങ്ങൾ ഉണ്ടാക്കും. ആ തെരുവ് നാടകങ്ങൾ ഞാനൊരു 3-4 തെരുവ് നാടകങ്ങളിൽ സ്ഥിരമായിട്ട് അതിലെ പ്രധാനമായ അഭിനയിച്ചിട്ടുള്ള ആളായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഞങ്ങളൊരു തെരുവ് നാടകം അവിടെ ഈ നമ്മുടെ ഈ രഞ്ജിത്തൊക്കെ ഇല്ലേ, നമ്മുടെ സ്ഥിരകഥാകൃത്ത് രഞ്ജിത്ത്, കുക്കു പരമേശ്വരൻ, കുക്കുവിൻ്റെ ഹസ്ബൻഡ് മുരളി മേനോനില്ലേ, മുരളി മേനോൻ, പിന്നെ പരമേശ്വരൻ, TV ബാലകൃഷ്ണൻ, പിന്നെ ജോസ് ചെറമൽ, ഇവരൊക്കെ അവിടെ നാടകത്തിൻ്റെ. അപ്പോൾ അവരെ കൂടി ഞങ്ങളൊരു ക്യാമ്പ് നടത്തി, ഒരു നാടകത്തിന് വേണ്ടിയിട്ട് 1 മാസത്തെ ക്യാമ്പ് നടത്തി. അപ്പോൾ അതിൽ ഞാൻ കഥാപാത്രമായിട്ട് കരുണാകരനായിട്ട് അഭിനയിച്ച് ഞാനായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഡ്രാമ സ്കൂളിലെ കുട്ടികളെ കൂടിയിട്ട് ആ നാടകം അങ്ങനെ അഭിനയിച്ച് എനിക്ക് അഭിനയത്തോട് ഭയങ്കര താല്പര്യമായിരുന്നു ആ സമയത്ത്. അങ്ങനെ ശങ്കരപ്പിള്ളയുടെ ഒരു ക്യാമ്പിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എന്നെ മുരളി മേനോൻ എന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇനി അതിൽ ആ ക്യാമ്പിൽ പങ്കെടുക്കുക. അവർ എന്താ തിരുവനന്തപുരത്തൊരു ക്യാമ്പുണ്ട്, ആ ക്യാമ്പിൽ കഴിഞ്ഞ് പിന്നെ വിദേശത്തേക്ക് കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ശരിയെന്നൊക്കെ പറഞ്ഞ് സമ്മതിച്ചായിരുന്നു. പക്ഷേ ഞാൻ അദ്ദേഹം അന്നതുപോലെ മൊബൈലൊന്നുമില്ല. ആളെന്നെ അന്വേഷിച്ച് അവിടെ വന്നപ്പോൾ ആ സമയത്ത് 88 എൻ്റെ അച്ഛൻ മരിച്ചു. ആ സമയത്ത് പെട്ടെന്ന്. അപ്പോൾ അച്ഛൻ മരിച്ചിരിക്കുന്ന സമയമാണ്. സത്യം പറഞ്ഞാൽ ഈ മുരളിയേട്ടൻ അന്വേഷിച്ച് വരുമ്പോൾ ഞാൻ മരണ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോയിരിക്കുകയാണ് ആശുപത്രിയിൽ, അല്ല മറ്റേ പഞ്ചായത്തിലേക്ക്. അപ്പോൾ പിന്നെ മുരളിയേട്ടൻ അതിൽ നിന്ന് ആ അച്ഛൻ മരിച്ചിരിക്കുന്ന സമയമായതുകൊണ്ട് ആ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. അന്ന് ഞാൻ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ വേറെ പൊളിറ്റിക്സിലോട്ട് വരത്തില്ലായിരുന്നേ. അതെ, ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പോയിരുന്നെങ്കിൽ നല്ലൊരു ലീഡറിനെ ഞങ്ങൾക്കൊക്കെ നഷ്ടപ്പെടുമായിരുന്നേ. ശരിക്കും സർ, ഇപ്പം സർ ഒരു ലീഡറാണു. ഇതിന് മുന്നേയും സർ ആസ് എ പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ നമ്മുടെ നാടുമായിട്ട് ചേർന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് സർ കൃഷി ആദ്യമേ സ്നേഹിച്ചിരുന്നു. ഇപ്പം മന്ത്രി ആയതുകൊണ്ടല്ല ചോദിക്കുന്നത്. അതിനു മുന്നേ സാറിന് ആ കൃഷിക്ക് ഉണ്ടാവുന്ന പ്രയാസങ്ങളും അവർ നേരിട്ട പ്രയാസങ്ങളും സാറിന് അറിയാം. അപ്പം ബീങ് എ മിനിസ്റ്റർ സാറിന് അതിന് എന്തൊക്കെ ഡെവലപ്മെന്റ്സ് വരുത്താനും നോക്കും? ഞാൻ ചെറുപ്പം മുതലേ എൻ്റെ വീടിന് എല്ലാവരും കൃഷിക്കാരൊക്കെ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഞാൻ പശുവിനെ വളർത്തലും, ഇപ്പം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പശുവിനെ വളർത്തി, പശുവിനെ നോക്കി, പാൽ കൊണ്ട് കൊടുത്ത് പുലർച്ചെ എൻ്റെ പാൽ കൊണ്ട് കൊടുത്ത് ജീവിച്ചിരുന്നതാണ്. അപ്പോൾ അന്നൊക്കെ ഒരു വരുമാനമാണ് നമ്മുടെ വീട്ടിൽ. പല പല വരുമാനത്തിന് പശുവിനെ പാൽ കിടന്നുണ്ടാക്കുന്ന വരുമാനമൊക്കെയാണല്ലോ നമ്മുടെ വീട്ടിൽ. പിന്നെ വീട്ടിലുണ്ടാകുന്ന ചെറിയ, ഞങ്ങൾക്കൊരു 12 സെൻറ്റ് സ്ഥലമുള്ളൂ, 16 സെൻറ്റ് സ്ഥലം, 2 സെൻറ്റ് പോയി 16 സെൻറ്റ് സ്ഥലമുള്ളൂ. അപ്പോൾ അതിൽ ഇങ്ങനെ കൃഷി ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ.
അപ്പോൾ അവർ എല്ലാവരും തൊട്ടടുത്ത ആൾക്കാരൊക്കെ ആ കാലഘട്ടത്തിൽ എല്ലാവരും എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യും. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ വെള്ളം കുടത്തിൽ കൊണ്ടുവന്നിട്ടും ഒഴിക്കുകയും പിന്നെ നമ്മൾ ഈ തോളിൽ വെച്ചിട്ടുള്ള നമ്മൾ പാട്ട ഉണ്ട്, പാട്ടങ്കാവ് വെള്ളം എടുത്തിട്ട് കുളത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അന്നൊക്കെ നനച്ചുണ്ടാക്കുന്ന കാലമാണ്. അപ്പോൾ ആ കാലം തൊട്ട് തന്നെ കൃഷിയോട് നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ആണ് ആ സമയത്ത്. സ്കൂൾ ഡേയ്സിൽ നമുക്കൊക്കെ ഫാമേഴ്സ് ക്ലബ് എന്ന് പറഞ്ഞിട്ടൊരു പെർട്ടിക്കുലർ പീരീഡ് തന്നെയുണ്ട് എല്ലാ സ്കൂളിലും. ഒരു പീരീഡാണ്, അതായത് ഒരാൾ ഒരു തെങ്ങെങ്കിലും നടണം എന്നൊരു സാധനമാണ്. അപ്പൊ ഇപ്പൊ മോഡൽ സ്കൂളിന്റെ ഫ്രണ്ട് കൂടെ ഒക്കെ പോകുമ്പോൾ ഏട്ടനൊക്കെ പറയും അത് ഞങ്ങൾ വെച്ചത് അതാണ്. സർ അത് സ്കൂളിലേക്ക് കൊണ്ടുവന്നാൽ എന്താ? ഞങ്ങളിപ്പോൾ അതാണ് ഇപ്പോൾ ഈ ഗവൺമെന്റ് ആദ്യം ചെയ്ത കാര്യം എന്ന് വെച്ചാൽ സ്കൂളിൽ കൃഷി ഒരു പാഠ്യപദ്ധതി ആക്കി മാറ്റാം. പിന്നെ എല്ലാ സ്കൂളുകളിലും കർഷക ക്ലബ്ബുകൾ, കൃഷിയിലൊരു ഡെമോൺസ്ട്രേഷൻ പ്ലോട്ടെങ്കിലും ഉണ്ടാവും. നെല്ല് എന്താണെന്ന് അറിയാതെ ഇപ്പം ഞാൻ ആ വാടാനപ്പള്ളിയിലൊരു വാർത്ത വായിച്ചു. അവിടെ കരനെൽ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ സ്കൂളിലെ കുട്ടികളെ അവർ ഇറക്കാൻ കാരണം എന്താ വെച്ചാൽ ഒരു കുട്ടി ചോദിച്ചു ഈ നെല്ലുണ്ടാവുന്നത് ഏത് മരത്തിലാണെന്ന് ചോദിച്ചു എന്നാണ് ഒരു പത്രത്തിൽ ഞാൻ വായിച്ചാണ്. അപ്പോൾ കുട്ടികൾക്ക് അറിയില്ല നെല്ല്, പലയിടത്തും നെല്ല് കാണാത്ത കുട്ടികളുണ്ട്, നെല്ല് എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാത്ത കുട്ടികളുണ്ട്. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ സ്കൂളിലൊരു നെല്ല് കൃഷി ചെയ്യുന്നൊരു ഡെമോൺസ്ട്രേഷൻ പ്ലോട്ട് കുറച്ച് കുട്ടികളെ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കുക. അപ്പോൾ അതൊരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് പഠനത്തിൻ്റെ ഭാഗമാണ്. അപ്പോഴേ കുട്ടികൾക്ക് നെല്ല് എങ്ങനെ ഉണ്ടാവുന്നു, പച്ചക്കറി എങ്ങനെ ഉണ്ടാവുന്നു, അതിൻ്റെ അധ്വാനം എന്താണ്. മനുഷ്യൻ ആദ്യം മനസ്സിലാക്കേണ്ടത് അധ്വാനത്തിൻ്റെ മഹത്വമാണ് ആദ്യം മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ഈ അധ്വാനത്തിൻ്റെ മഹത്വം കുട്ടികളെ പഠിപ്പിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ സർ അത് സ്കൂളിലേക്ക് ഇംപ്ലിമെന്റ് അടുത്ത വർഷം ഞങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് നമ്മൾ ചർച്ച നടത്തി നിയമസഭയിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത് വേണം സർ, തീർച്ചയായും നെക്സ്റ്റ് ജനറേഷൻ എങ്കിലും അത് മനസ്സിലാക്കി മുന്നോട്ട് വരട്ടെ. കുട്ടികൾ പക്ഷേ താല്പര്യം ഉണ്ട് കേട്ടോ. പക്ഷെ ഇപ്പം മിക്ക സ്കൂളുകളിലും എല്ലാം ബിൽഡിങ്സ് ആണ്, നമുക്കൊരു ഭൂമി കിട്ടാൻ ഇച്ചിരി പ്രയാസമാണ്. എന്നാൽ സർ ഗവൺമെന്റിന്റെ അണ്ടറിൽ തന്നെ വരുന്ന കുറെ അടുത്തുള്ള കുറച്ച് തരിശു ഭൂമികളുണ്ട്, അത് അണ്ടർ ഗ്രീൻ ആർമിയിൽ നമുക്ക് കുട്ടികളെ കൊണ്ടും അല്ലെങ്കിൽ അത് NCC പോലെ അങ്ങനെ ചെയ്യാം. അപ്പം നമ്മളിപ്പോൾ കൂടി NSS യൂണിറ്റുകൾ, പോലീസ്, സ്റ്റുഡൻറ് പോലീസ്, പിന്നെ കാർഷിക ക്ലബ്ബുകളൊക്കെ ഉണ്ട്. അവരെ കൊണ്ടൊക്കെ തൊട്ടടുത്തുള്ള പ്ലോട്ടുകൾ ഒരു കൃഷിക്കാരൻ്റെ സ്ഥലത്ത് ടെറസിന്റെ മുകളിൽ ഗ്രോ ബാഗ് ഉണ്ടാക്കി വെക്കാം. പിന്നെ NCC പോലെ തന്നെ ഒരു ഗ്രീൻ ആർമി വെച്ചിട്ട് അതിന്റെ പേരിലൊക്കെ ചെയ്യാം. അങ്ങനെയൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഞങ്ങൾ സാറിൽ നിന്ന് പ്രതീക്ഷിക്കുവാന്നു.